പ്രേക്ഷകരുടെ ശ്രദ്ധയ്ക്ക് കേരള വിഷൻ കേബിൾ നെറ്റ്വർക്കിൽ ഫ്ലവേഴ്സ് ഇനി മുതൽ ചാനൽ നമ്പർ 10-ലായിരിക്കും ലഭ്യമാകുക. പ്രേക്ഷകർ സദയം സഹകരിച്ചാലും. ട്രിവാൻഡ്രത്തേക്ക് പോകുന്നു. ഇവിടെ അലക്സ് റാം മുഹമ്മദ് ചാല മാർക്കറ്റിൽ തയ്യാറായി നിൽക്കുന്നുണ്ട്. അലക്സ്, ചാല മാർക്കറ്റ് നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ പാളയം കോഴിക്കോട് പാളയമാണെങ്കിൽ അത് തിരുവനന്തപുരത്തേക്ക് വരുമ്പോൾ, തലസ്ഥാനത്തേക്ക് വരുമ്പോൾ അത് ചാല മാർക്കറ്റാണ്. എന്താണ് അവിടുത്തെ ഒരു അവസ്ഥ? മുൻപ് ഒരുപാട് ഈ സ്ഥല സൗകര്യമൊക്കെ കൂട്ടാനുള്ള പ്രവർത്തനമൊക്കെ നടന്നിരുന്നു. അപ്പോൾ ഇന്ന് ഉത്രാടപ്പാച്ചിലിന് സമയത്ത് കൂടുതൽ ആൾക്കാർ വരുന്ന സമയമാണ്. അപ്പോൾ നല്ല തിരക്കുണ്ടോ ആ ഭാഗത്തൊക്കെ? എന്താണ് സ്ഥിതി? പ്രജന, അത് കോഴിക്കോട് പാളയമെങ്കിൽ, അത് എറണാകുളത്തേക്ക് വരുമ്പോൾ ബ്രോഡ്വേ എങ്കിൽ തിരുവനന്തപുരം ചാലയാണ്, ഒരേ ഒരു ചാല. ആ ചാലയിൽ അതാ രാവിലെ മുതൽ തുടങ്ങിയ തിരക്ക്, ഉത്രാടപ്പാച്ചിൽ അത് അങ്ങനെ പുരോഗമിക്കുന്നു എന്നുള്ളതാണ്. നിരവധിയായ ആളുകൾ ഇപ്പോഴും ഇവിടേക്ക് ഒഴുകി എത്തുന്നു. ഞാൻ ഈ ചാലയ്ക്കുള്ളിലെ പച്ചക്കറി മാർക്കറ്റിലാണുള്ളത്. ഏറ്റവും സജീവമായി മണിക്കൂറുകളോളം അല്ലെങ്കിൽ ഒരുപക്ഷെ ദിവസങ്ങളോളൊക്കെ ഏറ്റവും സജീവമായി ആളുകളുടെ തിരക്ക് അനുഭവപ്പെടുന്നത് ഈ പച്ചക്കറി മാർക്കറ്റിലാണ്. ഇപ്പോഴും നമുക്കത് കാണാം. ഇത് ഏകദേശം നല്ല ദൂരമുണ്ട്, ഇവിടെ നിന്ന് ഇനിയും അല്പക്കൂടി ദൂരമുണ്ട്. അവിടെയൊക്കെ ആളുകൾ എത്തുന്നുണ്ട്. ഉത്രാടപ്പാച്ചിലിന്റെ തിരക്കിൽ അമർന്നിട്ടുണ്ട്. ഏറ്റവും പ്രധാനം, മലയാളികൾക്ക് നമുക്കറിയാമല്ലോ പ്രജിൻ, തൂശനിലയിൽ വിഭവസമൃദ്ധമായ സദ്യ, പഴവും പപ്പടവും പായസം കൂട്ടിയ സദ്യ, അതാണ് മലയാളികളുടെ ഓണനാളിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന്. അത് എന്ത് വില കൊടുത്തും അത് സ്വന്തമാക്കണം. ആ മനോഹരമായ ഓർമ്മ, ആ സന്തോഷത്തിന്റെ പങ്കുവയ്ക്കലിന്റെ നിമിഷം അത് സ്വന്തമാക്കാനുള്ള പാച്ചിലാണ് മലയാളികൾ. അത്തരത്തിൽ പച്ചക്കറി വിപണി സജീവമാണ്, പൂ വിപണി സജീവമാണ്. ഈ ചാലയിൽ തന്നെ വിവിധയിടങ്ങളിലെ പൂ മാർക്കറ്റുകളൊക്കെ നമ്മൾ കണ്ടു. അവിടെ എല്ലാം വിപണി സജീവമായിരിക്കുന്നു. കഴിഞ്ഞ ദിവസമൊക്കെ ഒരുപക്ഷെ പൂ വിപണിയൊക്കെ മന്ദതയിലായിരുന്നു എന്ന് കച്ചവടക്കാർ തന്നെ പറയുന്നുണ്ട്. പക്ഷേ ഇന്ന് സജീവമാണ്. പൊന്നോണ നാളിൽ അവരുടെ അത്തക്കളം, അതായത് ആ പൊന്നോണ ദിവസത്തെ ഓണപ്പൂക്കളം, അത് ഏറ്റവും സമൃദ്ധമായി, ഏറ്റവും സുന്ദരമായി, ഏറ്റവും വലിയ പൂക്കളമായി, അതും പൂക്കൾ കൊണ്ട് തന്നെ ഒരുക്കി ഇടുന്ന ഒരു കളമൊരുക്കുക എന്നുള്ളത് മലയാളിയുടെ സ്വപ്നമാണ്. അതിനാൽ പൂ വിപണി സജീവമാണ്. മുല്ലപ്പൂവിനൊക്കെ ഇവിടെ നല്ല റേറ്റ് ഉണ്ട്. ഞാൻ മുല്ലപ്പൂവിൻ്റെ വില ചോദിക്കുമ്പോൾ അത് 3000 രൂപയൊക്കെയാണ് കിലോയ്ക്ക് മുല്ലപ്പൂവിൻ്റെ വില എന്നുള്ളതാണ്. ചേട്ടാ, എങ്ങനെയുണ്ട് ഇവിടെ ഈ പച്ചക്കറി മാർക്കറ്റിൽ ഇന്നത്തെ കച്ചവടം? എങ്ങനെയുണ്ട് ഇന്നത്തെ കച്ചവടം? കുഴപ്പമില്ല. കഴിഞ്ഞ ദിവസമൊക്കെ മന്ദതയിലായിരുന്നു. ഇന്നലെ വരെ മന്ദതയാണ്. ഇന്നിപ്പം മൂവ്മെന്റ് ഉണ്ട്, നല്ല മൂവ്മെന്റ് ഉണ്ട്. ചേച്ചി, എങ്ങനെ ഏതൊരായി ഓണം? നാളെ ഉണങ്ങെത്തി അടിച്ചു പൊളിക്കാൻ തയ്യാറായി? അടിപൊളി തന്നെ. പച്ചക്കറിയൊക്കെ മേടിച്ചു? വാങ്ങിച്ചു. ഡ്രസ്സൊക്കെ എടുത്തു? ഓണക്കൊടിയൊക്കെ എടുത്തു, എല്ലാം എടുത്ത്. അടിപൊളി. ശരി. അപ്പൊ അത്തരത്തിൽ തന്നെ പ്രജിൻ, ഓണക്കോടിയൊക്കെ എടുത്തിരിക്കുന്നു എല്ലാവരും. ഓണം എത്തിയോ? ഓണം എത്തി. ചേച്ചി, എങ്ങനെയുണ്ട് ഓണം? ഓണം അടിപൊളിയാണ്. സാധനങ്ങളൊക്കെ വാങ്ങി? ഓണക്കോടിയൊക്കെ എടുത്ത് സദ്യ ഒരുക്കിയാൽ മതി. ഓണം അടിപൊളിയായി. സാധനമെല്ലാം വാങ്ങി? സാധനങ്ങളെല്ലാം വാങ്ങിച്ച് സാധനങ്ങൾ വാങ്ങിയിട്ടുണ്ടല്ലോ. ഒരുപാട് സാധനങ്ങൾ നിങ്ങളെ കൊണ്ടാ വന്നത്? കുഞ്ഞുങ്ങളെ കൊണ്ടാണ്. ഓണക്കോടിയൊക്കെ എടുത്തു? ഓണക്കോടി എടുത്ത്. അവിടെ വലിയ വിലയൊന്നും ഇല്ലല്ലോ? കുഴപ്പമില്ല. പൂ വാങ്ങിച്ചോ? ഇല്ല, പൂ വാങ്ങിക്കണം. പൂ മാർക്കറ്റിലോട്ട് പോവുകയാണ്. ശരി, നടക്കട്ടെ. ഹാപ്പി ഓണം. ശരി. അപ്പൊ അത്തരത്തിൽ പ്രജൻ, ആളുകൾ വളരെ സന്തോഷത്തിലാണ് പ്രജൻ എല്ലാവരും. നമുക്ക് ഈ പറഞ്ഞ എല്ലാ ദുഃഖങ്ങളും ഉണ്ടെങ്കിലും ഇത് മറക്കാൻ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. കാരണം അത് നമുക്ക് അങ്ങനെ തന്നെയാണ് ഓണം എന്ന് പറയുന്ന ആഘോഷം. എന്ത് ദുഃഖമുണ്ടെങ്കിലും, എത്രമാത്രം കുറവുണ്ടെങ്കിലും, ഇപ്പോൾ നേരത്തെ പറഞ്ഞു, പല ആൾക്കാരും പറയുന്നു കയ്യിൽ പൈസ ഇല്ലാത്തത് കൊണ്ടാണ് ആരും വാങ്ങാൻ വരാത്തതെന്ന് പറയുന്നു. പക്ഷെ അങ്ങനെയൊന്നുമല്ല. എത്ര കുറവ് പൈസ ഉണ്ടെങ്കിലും അതിനനുസരിച്ചുള്ള രീതിയിൽ നമ്മൾ ഓണം ആഘോഷിച്ചിരിക്കും. അതുകൊണ്ടാണ് പഴമക്കാർ പണ്ട് പറഞ്ഞത് കാണാൻ വിറ്റും നമ്മൾ ഓണം ഉണ്ണും അല്ലെങ്കിൽ ഉണ്ണണം എന്ന് പറയുന്നത്. ആ രീതിയിൽ തന്നെ നാട്ടുകാർ ഓണത്തെ കാണുന്നു, ഓണാഘോഷം അത് പൊടിപിടിക്കുന്നു. അതിനായുള്ള എല്ലാ അവസാനവട്ട ഒരുക്കങ്ങളിലേക്കും ഇപ്പോൾ നാട്ടുകാർ കടക്കുകയാണ്.